ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ കറസ്പോണ്ടൻറ്റ് വിളിച്ചിട്ട് ചന്ദ്രികയോട് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ഇനി സമയം തരാൻ പറ്റില്ല, ഞാൻ പറഞ്ഞ അവധി ആവുമ്പോഴേക്കും യൂണിഫോമുകളൊക്കെ തയ്ച്ചു തരണമെന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം ദേഷ്യത്തോടെയാണ് കോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ മഹേന്ദ്രൻ ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക, കറസ്പോണ്ടൻറ്റ് ദേഷ്യത്തോടെയാണോ സംസാരിച്ചത്? അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ദേഷ്യം ന്യായമല്ലേ അച്ഛാ, തെറ്റ് എൻ്റേതല്ലേ? അപ്പോൾ അദ്ദേഹം പറയാണ്, സാരില്ല മോളെ, പോട്ടെ, അത് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കണ്ട. അപ്പോഴേക്കും സിദ്ധു പോവാൻ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക നീ റെഡിയല്ലേ? ആ റെഡിയാണ് സർ. എങ്കിൽ വാ, അവർ 100 പ്രാവശ്യം വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കേട്ടതും മലരി ചാടി എഴുന്നേക്കുന്നുണ്ട്, സിദ്ധു അമ്മയും കൂട്ടിക്കൊണ്ട് പോവാണോ എന്ന് വിചാരിച്ചിട്ട്. ശരി, എങ്കിൽ വേഗം വാ. സിദ്ധു ചന്ദ്രികയോട് ധൃതി കാണിക്കുകയാണ്. അതിനുശേഷം ലക്ഷ്മിയോടും മഹേന്ദ്രനോടും യാത്ര പറഞ്ഞതിന് ശേഷം മലറിനോടും ബായിടാ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നാലെ തന്നെ തൻ്റെ ബാഗും എടുത്തുകൊണ്ട് ചന്ദ്രികയും സിദ്ധുവിനൊപ്പം ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ അവൾ മഹേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ നിങ്ങൾ മലറിനെ സ്കൂളിൽ വിടുവോ? ഓ ഞാൻ വിട്ടോളാം, നീ പൊയ്ക്കോ. അത് കേട്ടതും മലരി പറയുന്നുണ്ട്, അമ്മ നിങ്ങൾ തന്നെ എന്നെ സ്കൂളിൽ കൊണ്ടുവിടമ്മ. അപ്പോൾ ചന്ദ്രിക സ്നേഹത്തോടെ പറയുന്നുണ്ട്, ഇല്ല മലർ, സിദ്ധു സാറ് ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നത് മോള് കേട്ടതല്ലേ. അത് കേട്ടതും മലറിനാകെ ദേഷ്യം തോന്നുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നീ മുത്തശ്ശൻ്റെ കൂടെ സ്കൂളിൽ പോവും പ്ലീസ് ഡാ. പക്ഷേ മലറിന് നല്ല ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ മഹേന്ദ്രൻ അതൊന്നും ശ്രദ്ധിക്കാതെ പറയുന്നുണ്ട്, ചന്ദ്രിക നീ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, നീ ജോലിക്ക് പോയിക്കോ, മലറിനെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ടോളാം. അമ്മ ഞാൻ പോയിട്ട് വരാം, അച്ഛാ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് രണ്ടുപേരോട് യാത്ര ചോദിച്ചിട്ട് ചന്ദ്രിക വേഗം ധൃതി കാണിച്ച് ഇറങ്ങുകയാണ്. പക്ഷെ മലറിനോട് യാത്ര ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. മലർ അവളുടെ പിന്നാലെ തന്നെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് ചന്ദ്രിക. സിദ്ധു ആണെങ്കിൽ ആരോടോ തിരക്ക് പിടിച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തും. ചന്ദ്രികയോട് എന്തൊക്കെയോ ധൃതി പിടിച്ച് സംസാരിച്ച് സിദ്ധുവും ചന്ദ്രികയും കൂടി കാറിൽ കയറി പോവുകയാണ്. മലറിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സിദ്ധു ഇപ്പോൾ പഴയതുപോലെ തൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ചന്ദ്രികയാണെങ്കിൽ തന്നോട് മിണ്ടുന്നു പോലും ഇല്ല. അങ്ങനെയൊക്കെയാണ് ആ കുട്ടിയുടെ മനസ്സിൽ തോന്നുന്നത്. അപ്പോഴേക്കും മലറിന് സ്കൂളിൽ പോകാനുള്ള ബാഗൊക്കെ ആയിട്ട് മഹേന്ദ്രൻ വന്നിട്ടുണ്ടായിരുന്നു. ബാഗ് മലറിന് വെച്ചു കൊടുത്തതിന് ശേഷം അയാൾ ചന്ദ്രികയുടെ സ്കൂട്ടർ എടുത്തിട്ട് മലറിനെയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അതേസമയം തൻ്റെ വീട്ടിലെ ടെറസിലാണ് മേഘ ഉണ്ടായിരുന്നത്. അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഹേഷ് വന്നിട്ടുണ്ടായിരുന്നത്. മഹേഷ് നേരെ ടെറസിലേക്ക് വന്നിട്ട് മേഘയോട് ചോദിക്കുന്നുണ്ട്, മാഡം എൻ്റെ പണം അറേഞ്ച് ചെയ്തോ? അത് കേട്ടതും മേഘ മഹേഷിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം ആ ഒരു സമയത്ത് മഹേഷിനെ അവൾ അവിടെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ പണം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടിപ്പോൾ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞ പ്രകാരം എനിക്ക് പണം അറേഞ്ച് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ മഹേഷ് ചെറുതായിട്ടൊരു ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്, മാഡം നാട്ടിൽ ഒരു നല്ല കട വന്നിട്ടുണ്ട്, നിങ്ങൾ പണം തരുവാണെങ്കിൽ ലീസിന് ആ കട എടുത്ത് നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം ഞാൻ വ്യാപാരം ചെയ്ത് ജീവിച്ചോളാം. നിങ്ങൾ പണം തരാൻ ലേറ്റായി കഴിഞ്ഞാൽ ആ കട എനിക്ക് നഷ്ടപ്പെടും. എത്രയും പെട്ടെന്ന് പണം റെഡിയാക്കിത്താ. എന്താ മാഡം, നാളത്തേക്ക് പണം റെഡിയാക്കി തരില്ലേ? അത് കേട്ടതും മേഘ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഇത്രയും വലിയൊരു എമൗണ്ട് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ റെഡിയാക്കി തരാനാണ്? അതിന് ഞാൻ ഒറ്റ ദിവസം അല്ലല്ലോ തന്നത്, ഒരാഴ്ച സമയം തന്നിട്ടില്ലേ? അതും പോരാഞ്ഞ് 10 നാളും കഴിഞ്ഞു. അപ്പോൾ മേഘ പരിഹാസത്തോടെ പറയാണ്, നീ തന്ന പണത്തെക്കുറിച്ച് തിരിച്ചു ചോദിക്കുമ്പോഴാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ മഹേഷും തിരിച്ചു പ്രതികരിക്കുകയാണ്, വേറെ എന്താ മാഡം ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വേണ്ടി പോലീസിൻ്റെ കയ്യിൽ നിന്ന് എത്ര തല്ല് വാങ്ങിയിട്ടുണ്ടെന്നറിയോ? എത്രത്തോളം അപമാനിക്കപ്പെട്ടു എന്നറിയോ? അതിനെല്ലാം നിങ്ങൾ തന്നെയല്ലേ മാഡം പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. മേഘ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ശരി എനിക്കൊരാഴ്ച കൂടി സമയം താ. മാഡം ഇതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. അങ്ങനെ എന്നെ പറ്റിക്കാന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ നിങ്ങൾ ചന്ദ്രികയെ തട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞത് മുതൽ മഹേന്ദ്രനെതിരെ നടത്തിയ എല്ലാ ഓഡിയോയും വീഡിയോ അടക്കവും ഒക്കെ ഞാൻ റിലീസ് ചെയ്യും. അത് കേട്ടതും മേഘക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവൾ മഹേഷിനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, പണം തരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത്? ഒരാഴ്ചക്കുള്ളിൽ നിന്റെ പണം നിനക്ക് വന്നു ചേരും, അത് വാങ്ങിയിട്ട് മിണ്ടാതെ പോവാൻ നോക്ക്. മഹേഷും പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പ്രകാരം എനിക്ക് പണം തരികയാണെങ്കിൽ എല്ലാ ഓഡിയോസും നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നിട്ട് ഞാൻ പോയിക്കോളാം. എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ നോക്ക് മാഡം എന്നൊരു ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞിട്ടാണ് മഹേഷ് അവിടുന്ന് പോകുന്നത്. മഹേഷിൻ്റെ ശബ്ദത്തിലുള്ള ഭീഷണി തിരിച്ചറിഞ്ഞപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങി ഭക്ഷണം കഴിച്ചിട്ട് എന്നെ തന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? നിന്നെയൊന്നും ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. നിന്നെയൊക്കെ നട്ടല്ലൊടിച്ച് ഞാൻ കിടത്തത്തിലാക്കും. ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കാൻ നോക്കുകയാണോ? ശരി, കാത്തിരിക്ക്, ഞാൻ നിനക്കുള്ള പണി ഉടനെ തന്നെ തരുന്നുണ്ട്. മേഘയ്ക്ക് മഹേഷിൻ്റെ മേൽ അത്രത്തോളം കലിയുണ്ടായിരുന്നു. അവളിങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
അതേസമയം മലറിനെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ട് വന്നിട്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, മോള് അകത്തേക്ക് ചെല്ല്, മുത്തശ്ശൻ പുറത്തു പോയിട്ട് വരാമെന്ന്. മലര് വേഗം ബാഗും എടുത്തിട്ട് അകത്തേക്ക് പോവാണ്. മലര് പോകുന്ന സമയത്ത് ചന്ദ്രിക അവൾക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മലര് കയറി വരുന്ന കണ്ടപ്പോൾ തന്നെ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, മലർ മോള് വന്നോ? പക്ഷേ മലർ അതിന് മറുപടി ഒന്നും പറയാതെ ബാഗൊക്കെ അഴിച്ചു വെക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക അവൾക്കുള്ള ചായ എടുത്ത് വന്നിട്ട് സ്നേഹത്തോട് ചോദിക്കുന്നുണ്ട്, മലർ എക്സാം ഒക്കെ എഴുതിയോ മോള്? അതിനും പക്ഷെ അവൾ അമ്മയ്ക്ക് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ചന്ദ്രിക സംശയത്തോട് ചോദിക്കുകയാണ്, ഇതെന്താ തിരിച്ചൊന്നും ഉത്തരവൊന്നും പറയാത്തത്? ഓ, എക്സാം ശരിക്കും എഴുതാൻ പറ്റി കാണില്ല അല്ലേ? പോട്ടെ, സാരില്ല, ഇന്ന് ഈ കോഫി കുടിക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് മലര് കുറച്ച് ദേഷ്യത്തോടെയാണ് പെരുമാറുന്നത്. എനിക്കൊന്നും വേണ്ട. എന്നിട്ട് അവൾ വേഗം പുറത്തേക്ക് പോവാണ്. മലര് നേരെ പോയിട്ട് മുറ്റത്ത് അവിടെ സ്റ്റെപ്പിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ചന്ദ്രിക ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇവളിങ്ങനെ മുഖം ഏത്തി വലിച്ചിട്ട് ഒന്നും പറയാതെ പോകുന്നത്? ചന്ദ്രിക കോഫി അവിടെ വെച്ചിട്ട് മലറിന് കൊടുത്തിട്ടുണ്ടായിരുന്ന കിറ്റ് എടുത്ത് നോക്കുകയാണ്. ആ സമയത്ത് ലഞ്ച് ബോക്സിന്റെ കിറ്റിന് നല്ല കനയുണ്ടായിരുന്നു. ഇതെന്താ ഇവൾ ഉച്ചക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ചന്ദ്രിക ലഞ്ച് ബോക്സ് തുറന്നു നോക്കുന്ന സമയത്ത് ഭക്ഷണം അതിൽ അതുപോലെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അത് കാണുന്ന സമയത്ത് ചന്ദ്രിക ആകെ അതിശയാവുകയാണ്. ഇതെന്താ ഇവള് ഭക്ഷണം കഴിക്കാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്? ഇത് എന്ത് പറ്റിയത് ഇവൾക്ക്? എന്നിട്ട് വേഗം മലറിന്റെ അടുത്തേക്ക് പോവുകയാണ് ലഞ്ച് ബോക്സും കൊണ്ട്. മലർ, ഇതെന്താ കൊണ്ടുപോയ ലഞ്ച് ബോക്സ് അതുപോലെ തന്നെ ഉണ്ടല്ലോ, നീ എന്താ ഭക്ഷണം കഴിക്കാതിരുന്നത്? മലര് മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ്. അപ്പൊ ചന്ദ്രിക വീണ്ടും ചോദിക്കുന്നുണ്ട്, മലർ നിന്നോടാണ് ചോദിക്കുന്നത്, എന്താ നീ ലഞ്ച് കഴിക്കാതെ വന്നത്? അപ്പോൾ മലർ കുറച്ച് ദേഷ്യത്തോടെ പറയാണ്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല, എനിക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല. അതെന്താ ഇഷ്ടപ്പെടാഞ്ഞത്? ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. മലരും വാശിയോടെയാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്രികയും ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, അതാണ് എന്തുകൊണ്ടാ ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിച്ചത്? വിശന്നില്ല. മലര് തിരിച്ച് അതുപോലെ തന്നെ മറുപടി പറയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മലർ ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ? നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? വാ, അകത്തേക്ക് വാ, ആദ്യം ഭക്ഷണം കഴിക്ക്, എന്നിട്ട് ബാക്കി എന്തെങ്കിലും പറയാം. അപ്പോൾ മലര് പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട. ഭക്ഷണം വേണ്ടാന്നോ? നിനക്ക് എന്താ പറ്റിയത് മലർ? അതിന് മറുപടി അറിയാതെ മലര് പറയുന്നുണ്ട്, ഞാൻ പോയി പ്രിയയുടെ കൂടെ കളിക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്, യൂണിഫോം വരെ മാറ്റാതെ. അപ്പോൾ ചന്ദ്രിക പിന്നീന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, മലർ മലർ അവിടെ നിൽക്ക്. അപ്പോൾ ചന്ദ്രിക സ്വയം ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ മലർ ഇങ്ങനെ മാറിയിരിക്കുന്നത്? മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ചന്ദ്രികയ്ക്ക് മലറിന്റെ മാറ്റം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തിട്ട് ചന്ദ്രിക മാർക്കറ്റിൽ പോയിട്ട് വരുന്ന സമയത്ത് സിദ്ധാർത്ഥിന്റെ വീട്ടുമുറ്റത്തുനിന്ന് ഒരു സ്ത്രീ കോലം വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക അവരെ കണ്ട സമയത്ത് കുറച്ചു നേരം നിന്ന് നോക്കുകയാണ്. ഒരു പുതുമുഖം തന്നെയാണ്, ചിലപ്പോൾ ഒരുപക്ഷെ പുതിയതായിട്ട് വീട്ടുജോലിക്ക് വന്ന ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. ചന്ദ്രിക വിചാരിച്ചതുപോലെ തന്നെ അതൊരു പുതിയ വീട്ടുജോലിക്കാരി തന്നെയായിരുന്നു. അപ്പോൾ വാസുവും മനോഹരനും സംസാരിക്കുന്നിടത്തേക്ക് ചായ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അവള്. പുതിയ ആളെ കാണുന്ന സമയത്ത് വാസു മനോഹരനോട് ചോദിക്കുന്നുണ്ട്, മനോഹർ ഇതാരാ പുതിയൊരു ആള്? ഇത് പുതിയതായിട്ട് ജോലിക്ക് വന്നതാണ് വാസുവേട്ടാ. അപ്പോൾ വാസു ചോദിക്കുന്നുണ്ട്, ഓ അങ്ങനെയാണോ, നിങ്ങളുടെ പേരെന്താ? സുന്ദരി എന്നാണ് സർ. അപ്പോൾ വാസു ചെറുതായിട്ടൊരു സംശയത്തോട് ചോദിക്കുകയാണ്, സുന്ദരി എന്നാണോ? ആര് പറഞ്ഞിട്ടാണ് നിങ്ങളിവിടെ ജോലിക്ക് ചേർന്നത്? അപ്പോൾ മനോഹരനാണ് അതിന് ഉത്തരം പറയുന്നത്, നമ്മുടെ ഗേറ്റ് കീപ്പർ വാച്ച്മാൻ പറഞ്ഞിട്ടാണ് ഇവിടെ ജോലിക്ക് വന്നിട്ടുള്ളത്. ആ സമയത്ത് സുന്ദരിയുടെ മുഖത്ത് ചെറിയൊരു അപാകത ഉണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ജാനകി ചേച്ചിയോട് വാച്ച്മാൻ പറഞ്ഞതാണ് ഇവള് നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്നു. അത് കേട്ടപ്പോൾ തന്നെ ജാനകി ചേച്ചി പറഞ്ഞു ഒരു ദിവസം വന്നിട്ട് ജോലി ചെയ്തിട്ട് നോക്കട്ടെ എന്ന്. പക്ഷേ വാസു എന്തോ ഒരു സംശയത്തോടെയാണ് സുന്ദരിയെ നോക്കുന്നത്. സുന്ദരിയുടെ മുഖത്തും ആ ഒരു കള്ളത്തരം ഉണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ജാനകി വിചാരിച്ചതുപോലെ ഇവള് ഭക്ഷണമൊക്കെ പാചകം ചെയ്യുകയാണെങ്കിൽ ഇവളെ കൺഫേം ആക്കും. അപ്പോൾ വാസു സുന്ദരിയോട് പറയാണ്, ശരി നീ പോയി നിന്റെ ജോലി ചെയ്. ശരി സർ എന്ന് പറഞ്ഞിട്ട് അവൾ പോവാണ്. അപ്പോൾ മനോഹരൻ ചായ കുടിച്ചിട്ട് പറയുന്നുണ്ട്, ചായ നന്നായിട്ടുണ്ടല്ലേ? ശരിയാണ് വാസു പറയുന്നുണ്ട്. അപ്പോൾ മനോഹരൻ പറയാണ്, ഭക്ഷണം ഇതേപോലെ പാചകം ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇവളെ കൺഫേം ആക്കാം. പക്ഷെ എന്തോ വാസുവിന് അതൊരു സംശയമായിട്ടാണ് തോന്നുന്നത്. വാസു പറയുന്നുണ്ട്, മനോഹരൻ എന്തായാലും ഈ വേലക്കാരിയെ പറ്റി നന്നായിട്ട് അന്വേഷിക്കണം. ശരിയേട്ടാ, ഈ മുന്നും പിന്നും അറിയാത്ത ആൾക്കാരെ ഈ വീട്ടിനകത്തേക്ക് കയറ്റുന്നത് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ നന്നായിട്ട് അന്വേഷിക്കാം. മനോഹരൻ വാക്ക് കൊടുക്കുകയാണ്. ചന്ദ്രിക കട്ടിലിരുന്നിട്ട് കുറച്ച് ഫോട്ടോസുകൾ നോക്കുകയാണ്. സിദ്ധാർത്ഥും ചന്ദ്രികയും മലരുള്ള ഫോട്ടോകളായിരുന്നു. അതൊക്കെ നോക്കുമ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്കൂൾ കഴിഞ്ഞിട്ട് മലർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ മലർ വന്നതൊന്നും ചന്ദ്രിക അറിഞ്ഞതുപോലും ഇല്ല. അവൾ ആ ഫോട്ടോയിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. മലർ കുറച്ചു നേരം അമ്മയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് നല്ല ദേഷ്യം വരികയാണ്, താൻ വന്നതുപോലും അമ്മ അറിഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ മലർ അവസാനം വിളിക്കുകയാണ്, അമ്മ. മലറിനെ കണ്ട സമയത്ത് ചന്ദ്രിക പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മലർ മോൾ എപ്പോഴാടാ വന്നത്? ഞാൻ എപ്പോഴോ വന്നിട്ടുണ്ട്, ഞാൻ വന്നതുപോലും അറിയാതെ ഫോട്ടോ നോക്കി ഇരിക്കുകയാണല്ലേ? അത്രമാത്രം ആ ഫോട്ടോൻ്റെ അകത്ത് എന്താ ഉള്ളത്? അപ്പോൾ ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പറയാണ്, നീയും ഞാനും സിദ്ധു സാറും ചേർന്നിട്ട് എടുത്ത ഫോട്ടോസ് ഇല്ലേ, ആ ഫോട്ടോയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
സിദ്ധാർത്ഥിന്റെ പേര് കേട്ടപ്പോൾ തന്നെ മലറിന് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും മനസ്സിലാവാതെ ചന്ദ്രിക പറയുന്നുണ്ട്, ദാ ഈ ഫോട്ടോ നോക്ക്, ഇതിൽ നീ എത്ര സുന്ദരിയാ നോക്ക്. മലർ ആ ഫോട്ടോ നോക്കുകയാണെങ്കിൽ അവളുടെ മനസ്സ് നിറയെ വെറുപ്പായിരുന്നു. പെട്ടെന്നാണ് ചന്ദ്രിക ഫോൺ എടുത്തിട്ട് സമയം നോക്കുന്നത്. അയ്യോ, സമയം ഒരുപാട് വൈകി. മലർ, മോള് ഡ്രസ്സൊക്കെ മാറ്റ്, മുത്തശ്ശി വന്നിട്ട് മോക്ക് ഭക്ഷണം എടുത്തു തരും. അമ്മ സിദ്ധു സാറിന്റെ കൂടെ ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവാണ്. രാത്രി വരാൻ വളരെ വൈകും. എൻ്റെ പൊന്നുമോള് മുത്തശ്ശി പറയുന്നതൊക്കെ അനുസരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക മലറിനെ അവിടെ ആക്കിയിട്ട് പോവാണ്. മലറിന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു അമ്മയുടെ ആ ഒരു പ്രവൃത്തി കാണുന്ന സമയത്ത്. അപ്പോൾ അതിനുശേഷം ഡ്രസ്സ് മാറ്റിയിട്ട് ചന്ദ്രിക നോക്കിക്കൊണ്ടിരുന്ന ആ ഫോട്ടോസൊക്കെ എടുത്തിട്ട് മലർ പുറത്തേക്ക് പോവാണ്. എന്നിട്ട് ആരും കാണാത്തൊരു ഭാഗത്ത് പോയിട്ട് ഇരുന്നിട്ട് ചന്ദ്രികയും മലരും മാത്രം നിൽക്കുന്ന ഭാഗവും സിദ്ധു ഉള്ള ഭാഗമായിട്ട് വെട്ടി മാറ്റുകയാണ്. എല്ലാ ഫോട്ടോസിൽ നിന്നും സിദ്ധുവിനെ മാത്രം വെട്ടി മാറ്റുകയാണ്. എന്നിട്ട് ചന്ദ്രികയും മലരും മാത്രമായിട്ട് മാറ്റുകയാണ് ആ ഫോട്ടോസൊക്കെ. അവളുടെ കുഞ്ഞു മനസ്സിൽ അവൾ പോലും അറിയാതെ സിദ്ധുവിനോടുള്ള വെറുപ്പ് കൂടിക്കൂടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം ലക്ഷ്മി ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥിന്റെ മുറിച്ചു വെച്ച ഫോട്ടോസൊക്കെ അവിടെ കളഞ്ഞിട്ട് അവളും അമ്മയും മാത്രമുള്ള ഫോട്ടോസുമായിട്ട് അവൾ അകത്തേക്ക് പോവാണ്. അതേസമയം ജാനകിയും മേഘയും മുത്തശ്ശിയും മനോഹരനും വാസുവൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. പുതിയതായിട്ട് വന്നിട്ടുള്ള ജോലിക്കാരിയായിട്ടുള്ള സുന്ദരിയാണ് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭക്ഷണം ആദ്യമായിട്ട് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കഴിച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ജാനകി മേഘയോട് ചോദിക്കുന്നുണ്ട്, മേഘ ഭക്ഷണം എങ്ങനെയുണ്ട്? ഇതിന് മുന്നേ നിന്ന ജോലിക്കാരേക്കാളും ബെറ്റർ ആണെന്നാണ് തോന്നുന്നത്. ജാനകി പറയുന്നുണ്ട്, ശരിയാ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. എന്നിട്ട് മുത്തശ്ശിയോടും ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരും പറയാണ്, കുഴപ്പമൊന്നുമില്ല ജാനകി, നന്നായിട്ട് തന്നെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. വീടൊക്കെ നല്ല വൃത്തിയാക്കുന്നുണ്ട്. അതിന് പുറമെ പാത്രമൊക്കെ വൃത്തിയിൽ തന്നെയാണ് കഴുകുന്നത്. ഡ്രസ്സൊക്കെ നന്നായിട്ട് തന്നെയാണ് വാഷ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ജോലിയും നല്ല വൃത്തിയോടെ ചെയ്യുന്ന ഒരാളെ കിട്ടുക എന്നുള്ളത് കുറച്ച് കഷ്ടമാണ്. ശമ്പളം കുറച്ചധികം ചോദിച്ചാലും കാര്യമാക്കണ്ട, ഇവിടെ തന്നെ ജോലിക്ക് നിർത്തിയേക്ക്. ശരി ചെറിയമ്മേ, ജാനകി പറയാണ്. ആ സമയത്ത് മനോഹരൻ പറയുന്നുണ്ട്, തിരക്ക് പിടിക്കണ്ട ജാനകി ചേച്ചി, വാസുവേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവളെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചിട്ട് മാത്രം ജോലിക്ക് നിർത്തിയാൽ മതിയെന്ന്. ഞാൻ നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം പറയാൻ ചേച്ചി. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, ഇതിൽ അന്വേഷിക്കാൻ മാത്രം എന്താ ഉള്ളത് മനോഹർ? സുന്ദരി ഇവിടെ ജോലിക്ക് പറഞ്ഞു വിട്ടത് നമ്മുടെ വാച്ച്മാനാണ്. വാച്ച്മാൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 30 വർഷത്തിന് മേലെയായി. അയാള് വിശ്വാസമുള്ള ഒരാളെയല്ലേ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞു വിടുള്ളൂ. മാത്രമല്ല സുന്ദരിയെ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്ത്രീയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇവള് തന്നെ പെർമനന്റ് ആയിട്ട് ജോലിക്ക് വന്നോട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ മനോഹർ പറയുന്നുണ്ട്, ചേച്ചിക്ക് അത്രത്തോളം തൃപ്തിയായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ഞാനെന്ത് പറയാനാ. അങ്ങനെ സുന്ദരി അവിടെ ജോലിക്ക് കൺഫേം ആക്കാൻ വേണ്ടി അവരൊക്കെ കൂടെ തീരുമാനിക്കുകയാണ്. വൈകുന്നേരം അവരൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് വാസുവിനോട് ജാനകി ചോദിക്കുന്നുണ്ട്, സുന്ദരിയെ ജോലിക്ക് ഇവിടെ തന്നെ പെർമനന്റ് ആക്കട്ടെ എന്ന്. അപ്പോൾ അയാളും വലിയ താല്പര്യമില്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സുന്ദരിയെ വിളിച്ചു വരുത്തുകയാണ് ജാനകി. സുന്ദരി, നീ ജോലിയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നിന്റെ ഭക്ഷണം പാചകം ചെയ്തതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിന്നെ ഞാൻ ജോലിക്ക് കൺഫേം ആക്കുകയാണ്. ശരി ചേച്ചി, സന്തോഷത്തോടെ സുന്ദരി പറയാണ്. അപ്പോൾ നാളെ മുതൽ നീ ജോലിക്ക് ദിവസവും വരണം. ഒരുപാട് സന്തോഷമുണ്ട് മാഡം. അപ്പോൾ വാസുവിനോട് അഡ്വാൻസ് ആയിട്ടുള്ള പണത്തിന് ചോദിക്കുകയാണ് ജാനകി. അത് വാസു എടുത്തിട്ട് ജാനകിക്ക് കൊടുത്തപ്പോൾ ജാനകി അത് സുന്ദരിയെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള പണമാണ്. എല്ലാ മാസവും 1-ാം തീയതി നിനക്ക് കൃത്യമായിട്ട് ശമ്പളം തരും. എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് ചെയ്യണം. ഈ വീട്ടിൽ ആരെന്ത് പറഞ്ഞാലും അതനുസരിച്ചിട്ട് ജോലി ചെയ്യണം. ശരി മാഡം, നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ അനുസരിച്ച് ചെയ്തോളാം. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അത് അനാവശ്യമായിട്ട് ലീവൊന്നും എടുക്കരുത്. അതൊക്കെ സമ്മതിച്ചിട്ട് സുന്ദരി അവിടുന്ന് പോവുകയാണ്. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ആ പണം കയ്യിൽ പിടിച്ചുകൊണ്ട് സുന്ദരി ഒരു കൗശലഭാവത്തിൽ ചിരിക്കുകയാണ്. നിങ്ങളെ കൊല്ലാനുള്ള പണം തന്നെയാണ് മാഡം നിങ്ങൾ എനിക്കിപ്പോൾ അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു പരിഹാസത്തോടെ അവരെ നോക്കി ചിരിക്കുന്നുണ്ട്. കാരണം ജ്യോതിയും അവളുടെ സഹോദരനെ ഏർപ്പാടാക്കിയ ആ ഒരു ജോലിക്കാരിയായിരുന്നു സുന്ദരി. ജാനകിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ ആ ഒരു ജോലിക്കാരി. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ചന്ദ്രികയും മഹേന്ദ്രനും സിദ്ധാർത്ഥും ലക്ഷ്മിയും മലരും ഒക്കെ കൂടെ അവരുടെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തീ കത്തിയതിനു ശേഷം കമ്പനിയൊക്കെ വീണ്ടും റീഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം മെഷീൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് മഹേന്ദ്രൻ സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എവിടുന്നാണ് കിട്ടിയതെന്ന്. അപ്പോൾ തിരുപ്പൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുക്കൽ നിന്ന് തൽക്കാലം വാടകയ്ക്ക് എടുത്തതാണ് എന്ന് പറയാണ്. അത് നന്നായി എന്ന് മഹേന്ദ്രനും പറയുന്നുണ്ട്. മാത്രമല്ല പുതിയതായിട്ടുള്ള 2 ജോലിക്കാരികളും കൂടെ സിദ്ധാർത്ഥ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരെയും കൂടെ പരിചയപ്പെട്ടതിന് ശേഷം തയ്ക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാൻ മെഷർമെന്റ് ഒക്കെ എടുത്തു തരാം, അങ്കിൾ എല്ലാവർക്കുള്ള തുണിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് അളവെടുക്കാൻ വേണ്ടി പോവാണ്. ആ സമയം കൊണ്ട് ചന്ദ്രികയും ലക്ഷ്മിയും മറ്റു 2 സ്ത്രീകളും ചേർന്നിട്ട് മെഷീനിൽ നൂലൊക്കെ ലെവലാക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥും മഹേന്ദ്രനാണെങ്കിൽ അളവൊക്കെ എടുത്തിട്ട് മെറ്റീരിയലൊക്കെ മുറിച്ചു കൊടുക്കുകയാണ്. എല്ലാവരുടെ അടുത്ത് സിദ്ധാർത്ഥ് തന്നെ ഓരോരോ പീസുകൾ കൊണ്ടുകൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ചന്ദ്രികയുടെ ഫോണിലേക്ക് കറസ്പോണ്ടന്റ് വിളിക്കുന്നത്, ജോലി ആരംഭിച്ചോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ജോലി ആരംഭിച്ചിട്ടുണ്ട് സർ. പറഞ്ഞ ദിവസത്തിന് തന്നെ ഞങ്ങൾ തിരിച്ച് തുണികളൊക്കെ അവിടെ എത്തിക്കും.
കള്ളം പറയല്ലല്ലോ, അയാൾ ചോദിക്കുന്നുണ്ട്. അല്ല സർ, സത്യമായിട്ടും ഞങ്ങൾ ജോലി ആരംഭിച്ചു. ശരി, 2 ദിവസത്തിനകം ഞാൻ വന്ന് നോക്കും. അതിനകം നിങ്ങൾ ജോലികളൊക്കെ തീർത്തിരിക്കണം. അയാൾ കുറച്ചൊരു ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചന്ദ്രികയും പറയാണ്, ശരി സർ, നിങ്ങൾ വന്ന് നോക്കിക്കോളൂ. അയാൾ കുറച്ചൊരു ദേഷ്യത്തോടെയാണ് കോള് കട്ട് ചെയ്യുന്നത്. ചന്ദ്രിക അവളുടെ തയ്യൽ വീണ്ടും ആരംഭിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.